വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഡാറ്റ ടൈപ്സ് ഒക്കെ നോക്കിയ സമയത്ത് നമ്മൾ കണ്ടതാണ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്, നൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ഞാൻ ഈ കോഡും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. ഒരു വേരിയബിൾ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പക്ഷെ അതിന് ഞാൻ വാല്യൂ ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വേരിയബിൾസിന്റെ ഡാറ്റ ടൈപ്സ് ആയിരിക്കും അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ഡാറ്റ അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. നമുക്ക് അതിന്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേരിയബിളിന്റെ നെയിം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. റൺ ചെയ്തപ്പോൾ അതിന്റെ ടൈപ്പ് അൺഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൽ ഒരു എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റൻഷനലി അതിന്റെ ഡാറ്റ എം ടി ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൾ എന്ന് പറഞ്ഞ അതിന്റെ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ അതൊരു നൾ എന്നും അതിനെ വിളിക്കും. പക്ഷെ അതിന്റെ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് എന്നാണ് കാണിക്കുക. അപ്പൊ അതും ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈപ്പ് ഓഫ് ആ ഒരു നള്ളിന്റെ ടൈപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും ഒബ്ജക്റ്റ് ആയിരിക്കും. നള്ള് എന്ന് പറയുന്നതും ഒരു ഒബ്ജക്റ്റ് ടൈപ്പിലാണ് ജാവാസ്ക്രിപ്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ഫംഗ്ഷൻ ആണെങ്കിലോ, ഒരു ഫംഗ്ഷൻ ഉണ്ട് നമുക്ക്. ഉദാഹരണത്തിന് ഫംഗ്ഷൻ എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനിലൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ആ ഫംഗ്ഷന്റെ ടൈപ്പ് എന്താണ്? ടൈപ്പ് ഓഫ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ടൈപ്പ് ഫംഗ്ഷൻ എന്നാണ് കിട്ടുക. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പാണ്, ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പാണ്. ഇനി ഒരു ടൈപ്പിലുള്ള ഡാറ്റ വേറൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ ഡാറ്റ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് അപ്രോച്ച് ആണുള്ളത്. ഒന്ന് ഇംപ്ലിസിറ്റ് കൺവേർഷനും രണ്ടാമത്തേത് എക്സ്പ്ലിസിറ്റ് കൺവേർഷനും. ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്നതിനാണ്, ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു വേരിയബിൾ ഉണ്ട്, റിസൾട്ട് 5 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് പ്ലസ് ഞാൻ ആഡ് ചെയ്യാണ് 10 പ്ലസ് 2. ഇവിടെ ഞാൻ ആ റിസൾട്ടും ടൈപ്പ് ഓഫ് റിസൾട്ടും ലോഗ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതാണ് 5 പ്ലസ് 10 നമ്പർ ആണ്, പ്ലസ് 2 അതും നമ്പർ ആണ്. റൺ ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് 5102, ടൈപ്പ് സ്ട്രിങ് ആണ്. അപ്പോ എങ്ങനെയാണ് വന്നത്? ആദ്യം 5 എടുത്തു, പിന്നെ 10ഉം 2ഉം. അത് സ്ട്രിങ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? കോൺകാറ്റിനേഷൻ ആണ് വർക്ക് ചെയ്യുക, അല്ലാതെ അഡീഷൻ അല്ല, അരിതമാറ്റിക് ഓപ്പറേഷൻ അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ട്രിങ് ആണ്. ആദ്യത്തെ വാല്യൂ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആയതുകൊണ്ട് അതിനോട് കോൺകാറ്റിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 1ഉം 0 102 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പ്രിന്റ് ആവും. ഇനി വേറൊരു അപ്രോച്ച് നോക്കാം. സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ 10ഉം 2ഉം ആദ്യം പ്ലേസ് ചെയ്ത് നോക്കാം. 10 പ്ലസ് 2 പിന്നെ പ്ലസ് 5. ഇത് ഇന്റർവ്യൂവിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കൺഫ്യൂസിങ് പാർട്ടായിരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എത്രയാണ്? ഇവിടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 125ഉം സ്ട്രിങ്ങും ആണ്. അതായത് 10ഉം 2ഉം ആദ്യം നമ്പർ ആണ്, അഡീഷൻ ആണ് വർക്ക് ചെയ്യുക. അപ്പം 12 ആയി. 12 പ്ലസ് പിന്നുള്ളത് 5 സ്ട്രിങ് ആണ്. അപ്പോൾ കോൺകാറ്റിനേഷൻ ആവും. അപ്പോ 12ഉം 5ഉം ഒരുമിച്ച് വന്നു. അപ്പൊ അത് ലാസ്റ്റ് എന്താണ്? ടൈപ്പ് കോൺകാറ്റിനേഷൻ ആവുമ്പോൾ അതൊരു സ്ട്രിങ് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയി. ഇനി നമ്മൾ 5 സ്ട്രിങ് ഇല്ലാതെയാണ് കൊടുത്തതെങ്കിലോ അത് 17 ആയി. 12ഉം 5ഉം 17 നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആ ഒരു സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ, തുടക്കത്തിൽ അവസാനം സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ടൈപ്പ് ആയിരിക്കും. പക്ഷെ അതിന്റെ കാൽക്കുലേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യമാണ് കൊടുത്തതെങ്കിൽ ആദ്യം നമ്പർ കാൽക്കുലേഷൻ നടക്കും, എന്നിട്ട് കോൺകാറ്റിനേഷൻ ആയിരിക്കും. ഇനി ഇതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത്. ഇനി എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ നിർബന്ധിച്ച് കൺവേർട്ട് ചെയ്യുന്ന അപ്രോച്ചാണ് നോക്കേണ്ടത്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് വരുന്ന വാല്യൂസ് ഒക്കെ പ്രോപ്പർ ടൈപ്പിലായിരിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊരു സ്ട്രിങ് ആയിട്ട് നമ്മൾ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു കോഡിങ്ങിലുള്ള എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം, അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ ഫീൽഡ് ടൈപ്പിലെ ഇഷ്യൂസ് കാരണമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളെ ടൈപ്പ് സ്ട്രിങ് ആയി പോയിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് തെറ്റായ റിസൾട്ട് വരും. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ, 5 നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്ന് കണ്ടു. അതേപോലെ ആ 5 നിങ്ങൾക്ക് കിട്ടുന്ന 5 നമ്പർ അല്ല, അത് സ്ട്രിങ് ആണെങ്കിൽ ഇതേപോലെയുള്ള മിസ്റ്റേക്കുകൾ വരും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കാൽക്കുലേഷൻ, അതായത് നിങ്ങളൊരു നമ്പർ പ്ലസ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റിന്റെ എന്താണ് ടോട്ടൽ കാണാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കാണാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം കാൽക്കുലേഷൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും?
10+2 എന്ന് പറയുന്നത് നമുക്ക് 12 കിട്ടേണ്ടതിന് പകരം 102 പോകും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്പറിലേക്കാണ് കൺവേർട്ട് ചെയ്യണ്ടെങ്കിൽ പാർസ് ഇന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതായത് ലെറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ വേരിയബിൾ 1 2 3 അതൊരു സ്ട്രിങ് ആണല്ലോ, ഇപ്പൊ കോഡ്സിൽ കൊടുത്തോണ്ട് സ്ട്രിങ് ആണ്. അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് നം ഈക്വൽ ടു പാർസ് ഇന്റ് ഓഫ് പ്രൈസ്, ആ വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗ് നമ്മ എന്താണ് ലോഗ് ചെയ്ത് നോക്കാം. കൺസോളിലേക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഐറ്റംസ് ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം, കോമ ഇട്ടിട്ട് പാസ് ചെയ്യാം. ടൈപ്പ് ഓഫ് നമ്മ ടൈപ്പ് ഓഫ് നം നോക്കുന്നുണ്ട്. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ട്രിങ് നമ്പറിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇവിടെ കണ്ട കോട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ടൈപ്പ് നമ്പർ ആണെന്നുള്ള ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇന്റിജറിലേക്ക് ഡാറ്റ കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ പ്രൈസ് നമുക്ക് ഫ്രാക്ഷൻ പോയിന്റ്സ് ഉണ്ടാവും. അതായത് എന്താണ് 50 ഫിൽസ് എക്സ്ട്രാ വേണ്ടി വരും ഒരു പ്രൊഡക്റ്റിന് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പാർസ് ഇന്റ് കൊടുത്തു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ പാർസ് ഇന്റ് കൊടുത്തപ്പോൾ ആ ഒരു ഇന്റിജറിലേക്ക് പാർസ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്റിജറിൽ ഡോട്ട് ഉണ്ടാവില്ല. അപ്പൊ 123 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 50 പൈസ അല്ലെങ്കിൽ 50 ഫിൽസ് കമ്പനിക്ക് അവിടെ നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷനും നഷ്ടപ്പെടുന്ന, അപ്പോൾ മില്യൺസും അല്ലെങ്കിൽ ബില്യൺസും ആയിരിക്കും കമ്പനിക്ക് നഷ്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോഡിംഗ് പാർട്ടിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ അത് ഫ്ലോട്ടിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിന് പറയുന്ന പേരാണല്ലോ ഫ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ രണ്ടും ടൈപ്പ് നമ്പർ ആണെങ്കിലും ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് വരും. ഇന്റിജർ എന്ന് പറയുന്നത് പോയിന്റ് ഇല്ലാത്തത്, ഫ്ലോട്ട് എന്ന് പറയുന്നത് പോയിന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഡെസിമൽ എന്ന് പറയും, ഡെസിമൽ പോയിന്റ്സ് ഉള്ളതിന്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ പാർസ് ഫ്ലോട്ട് ആണ്. അപ്പൊ നിങ്ങൾ ഏത് കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു നമ്പറിന് ഡോട്ട് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഡെസിമൽ വരാൻ സാധ്യത. ഏജ് ആണ് എന്നുണ്ടെങ്കിൽ ഏജ് നമ്മൾ ഡോട്ട് എടുക്കുന്നില്ല, മന്തിന്റെ ആ ഒരു കൗണ്ട് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പാർസ് ഇന്റ് ഉപയോഗിക്കാം. അല്ലാത്ത പോയിന്റ് വരുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പാർസ് ഫ്ലോട്ട് ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. പാർസ് ഫ്ലോട്ട് കൊടുത്തപ്പോൾ 121.5 കറക്റ്റ് വന്നിട്ടുണ്ട്. ടൈപ്പ് നമ്പർ ആണ്. ആ ഒരു 0 ഒഴിവാക്കി നോക്കണേ. 0.5 എന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് എക്സ്ട്രാ അഡീഷണൽ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ കണ്ട കറക്റ്റ് വന്നിട്ടുണ്ട്. 0.50യും 0.5ഉം ഒന്നാണ്, പക്ഷെ 0.501 വേറെയാണ്. അപ്പോൾ അത് കറക്റ്റ് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്പറിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്കൊരു സ്ട്രിങ്ങിൽ ബൂളിയൻ ഉണ്ടെന്ന് വിചാരിക്കും. ഈസ് അലോട്ടഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളില് നിങ്ങൾ ട്രൂ എന്ന് പറഞ്ഞ ഇങ്ങനെ സ്ട്രിങ് ആയിട്ടുണ്ട്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അതാണല്ലോ ബൂളിയന്റെ വാല്യൂസ്. പക്ഷെ ഇവിടെ ഇത് സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രിങ്ങിനെ ശരിക്കും ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യാം. ഈ കൺസോൾ ലോഗ് നേരത്തെ ഉണ്ടായിരുന്ന നമ്പർ കൺവേർഷൻ നമുക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇഫ് കണ്ടീഷൻ ആണ്. ഈസ് അലോട്ടഡ് ആണെങ്കിൽ അലോട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് വരും. അതാണല്ലോ ഈ ഫങ്ഷനാലിറ്റി. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അലോട്ടഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. എന്താണ്? ട്രൂ ആണ്, അതുകൊണ്ട് അലോട്ടഡ്. ഇനി ഞാൻ ഈ ബൂളിയൻ വാല്യൂ ഫോൾസ് ആക്കാണ്, സ്ട്രിങ്ങിൽ തന്നെ ഫോൾസ് ആക്കാണ്. എന്നിട്ട് റൺ ചെയ്യുമ്പോൾ അപ്പോഴും വരാം. ഇവിടെ നമ്മൾ വരാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ അലേർട്ട് വരാൻ പാടില്ല, അലോട്ടഡ് അല്ലല്ലോ. പക്ഷെ ഫോൾസ് ഇങ്ങനെ ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഒരു ട്രൂ ഫോൾസ് വാല്യൂ, ട്രൂത്തി വാല്യൂ അല്ലെങ്കിൽ ഫോൾസി വാല്യൂ എന്ന് പറയും. സ്ട്രിങ്ങിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതെന്താണ്? ട്രൂത്തി വാല്യൂ ആണ്. അപ്പോൾ അത് ഫോൾസ് എന്ന് പറയുന്നത് എങ്ങനെ? സ്ട്രിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആണ്, അങ്ങനെ ഒരു വാല്യൂ ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ കണ്ടീഷന്റെ ഉള്ളിൽ കയറും, അത് അലേർട്ട് വരും. അതിന് എന്ത് ചെയ്യണം? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വാല്യൂ ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബൂളിയൻ, ബി ക്യാപ്സിൽ ബൂളിയൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ വാല്യൂ അല്ലെങ്കിൽ വേരിയബിളോ പാസ് ചെയ്യാം. ഞാൻ ആ വാല്യൂ ഇവിടെ തന്നെ ഡയറക്റ്റ് തന്നെ പാസ് ചെയ്യണം, വീണ്ടും ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നതിന് പകരം. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അലേർട്ട് വന്നു. അപ്പോൾ ഫോൾസ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ട്രൂ കൊടുത്തു, അപ്പോഴും വന്നു. ഞാൻ ഈ ഈസ് അലോട്ടഡിനെ
കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് അല്ല വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നെന്നുള്ളത് നോക്കാം. ടൈപ്പും നോക്കി അലോട്ടഡ് നമുക്ക് കൺസോൾ ലോഗ് ചെയ്യുന്നുണ്ട്. ട്രൂ ആണ്, ബൂളിയൻ ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഫോൾസ് കൊടുക്കാണ്. അതും ട്രൂ ആണ്, ബൂളിയൻ ആണ്. ഇനി നമ്മൾ ഇതിന് പകരം നമ്പർ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. എന്താണ്? ട്രൂ ആണ്, ബൂളിയൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈ ബൂളിയനിലേക്ക് ഏത് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാലും അത് ട്രൂ ആയിട്ടാണ് വരിക. ഇനി നമ്പർ 0 ആണ് കൊടുത്തെങ്കിൽ അത് മാത്രം ഫോൾസ് ആയിട്ട് വരും. ബാക്കിയുള്ള സ്ട്രിങ് എന്ത് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാലും ഇനി എം ടി സ്ട്രിങ് ആണ് കൊടുത്തെങ്കിലോ അതും ഫോൾസ് ആയിട്ട് വരും. ഇനി എം ടി സ്ട്രിങ്ങോ അല്ലെങ്കിൽ 0 നമ്പറോ ആണ് കൊടുത്തെങ്കിൽ ഫോൾസ് ആയിട്ട് വരും. അല്ലാത്തതൊക്കെ എപ്പോഴും ട്രൂ ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ വാല്യൂസ് എപ്പോഴും ആ ഒരു ബൂളിയൻ ടൈപ്പിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ബൂളിയൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല. നിങ്ങൾ കണ്ടീഷണൽ എഴുതിയിട്ട് നിങ്ങൾ കണ്ടീഷൻ എഴുതേണ്ടി വരും. ഈ സ്ട്രിങ് ട്രൂ ആണെങ്കിൽ അത് ഫോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള കണ്ടീഷണൽ കോഡ് എഴുതണം. ജാവാസ്ക്രിപ്റ്റിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ബൂളിയൻ കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിച്ച് ഒരു ഫോൾസ് സ്ട്രിങ്ങിനെ നിങ്ങൾക്ക് ബൂളിയൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല.